ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡയമണ്ട് മോട്ടസൺ പിസാരഡിസ് മോഡൽ അഥവാ DMP മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡയമണ്ട് മോട്ടസൺ പിസാരഡിസ് ഓർ DMP മോഡൽ. ആദ്യം നമുക്ക് ഈ മോഡൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം. ദ ഡയമണ്ട് മോട്ടസൺ പിസാരഡിസ് ഓർ DMP മോഡൽ ഈസ് എ ഫൗണ്ടേഷണൽ ഫ്രെയിംവർക്ക് ഇൻ ലേബർ എക്കണോമിക്സ്. അതായത് ലേബർ എക്കണോമിക്സിലെ ഒരു ഫൗണ്ടേഷണൽ ഫ്രെയിംവർക്കാണിത്. ഓക്കെ, ലേബർ അതായത് തൊഴിലാളികളുടെ കാര്യങ്ങൾ പറയുന്ന ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു അനലൈസ് ദ ഡൈനാമിക്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുന്നതിന്, ജോബ് വേക്കൻസീസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുന്നതിന്, വേജസിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുന്നതിനൊക്കെയുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നൊരു മോഡലാണ് ഇത്. നമുക്ക് ഈ മോഡലിൻ്റെ ചില കീ കോമ്പോണൻറ്റ്സ് നോക്കാം. കീ കോമ്പോണൻറ്റ്സ് ഓഫ് ദ DMP മോഡൽ, അതായത് ജോബ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഇല്ലാണ്ടാകുന്നതും തമ്മിലുള്ള ആ ഒരു കാര്യം ഇതിൽ എന്താണ് പറയുന്നത്. അതിൽ ഫേംസും വർക്കേഴ്സും രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഇത് നോക്കുകയാണ്. ഫേംസിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേംസ് ക്രിയേറ്റ് ജോബ് വേക്കൻസീസ് വെൻ ദേ ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഹയറിംഗ് വർക്കർ എക്സീഡ്സ് ദ അസോസിയേറ്റഡ് കോസ്റ്റ്. അതായത് നമ്മളൊരു ലേബറിനെ പണിക്കെടുത്തു കഴിഞ്ഞാൽ അയാൾ തരുന്ന വാല്യൂ എന്ന് പറയുന്നത് അയാൾ കൊടുക്കുന്ന ചിലവിനെക്കാട്ടി അല്ലെങ്കിൽ അയാളുടെ കോസ്റ്റിനെക്കാട്ടി അയാൾ കൊടുക്കുന്ന ശമ്പളത്തെക്കാട്ടിയും കൂടുതലാണ് അയാളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്നുണ്ടെങ്കിൽ ഫേംസ് ജോബ് ക്രിയേറ്റ് ചെയ്യും, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആൾക്കാരെ പണിക്ക് എടുക്കുമെന്നുള്ളത് കേട്ടോ. നേരെ ഓപ്പോസിറ്റാണ്, നേരത്തെ അത് നെഗറ്റീവായിട്ട് പോകണമെങ്കിൽ വർക്കേഴ്സിനെ പിരിച്ചുവിടും. ഓക്കെ, അതെങ്ങനെയാണ്? കൺവേഴ്സ്ലി ജോബ്സ് ആർ destroyed when the economic value of the match between the worker and the firm becomes negative. ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ പിരിച്ചുവിടുമെന്നാണ് പറയുന്നത്. ഇനി വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? വർക്കേഴ്സ് എൻ്റർ അൺഎംപ്ലോയ്മെൻറ്റ്, അവർ തൊഴിലില്ലായ്മയിലേക്ക് പോകും. എപ്പോഴാണ്? വെൻ ദേ ലൂസ് ജോബ്, അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫേംസ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർ തൊഴിലില്ലായ്മയിൽ പോകും. ആൻഡ് ലീവ് അൺഎംപ്ലോയ്മെൻറ്റ് വെൻ ദേ ഫൈൻഡ് ന്യൂ ജോബ്, പുതിയ ജോബ് കണ്ടെത്തി അവർ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൺഎംപ്ലോയ്മെൻറ്റ് മാറി അവർ എംപ്ലോയിഡ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, ഇനി ഇതിലൊരു മാച്ചിങ് ഫംഗ്ഷനെ പറ്റി പറയുന്നുണ്ട്. എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്ന് നോക്കാം. അതായത് ദിസ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ത്രൂ വിച്ച് അൺഎംപ്ലോയിഡ് വർക്കേഴ്സ് ആൻഡ് വേക്കൻറ്റ് ജോബ്സ് ആണ്. അതായത് തൊഴിലാതെ നിൽക്കുന്ന ആൾക്കാരും ജോബ് വേക്കൻസികളും തമ്മിൽ മാച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രോസസ്സ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, വേക്കൻറ്റ് ജോബ്സ് ഫൈൻഡ് ഈച്ച് അതർ ആൻഡ് ഫോം മാച്ചസ്. അതായത് തൊഴിലാതെ നിൽക്കുന്നവർ അവർക്ക് മാച്ച് ചെയ്യുന്ന തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നത്. ഈ ടിപ്പിക്കലി ഡിപ്പെൻഡ്സ് ആണ്. അപ്പോൾ അതൊരു ഇക്വേഷനായിട്ട് പറയുന്നത് എങ്ങനെയാണ്? റെപ്രസെൻറ്റഡ് ആസ് M ഈസ് ദ ഫംഗ്ഷൻ ഓഫ് UV. ഓക്കെ, M എന്ന് പറയുന്നത് ഇവിടെ മാച്ചിങ് ഫംഗ്ഷനാണ് കേട്ടോ. മാച്ചിങ് ഫംഗ്ഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് U എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് വർക്കേഴ്സിനെയാണ് U കൊണ്ട് സൂചിപ്പിക്കുന്നത്. V എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ജോബ് വേക്കൻസീസ് ആണ്. ഓക്കെ, ഇതാണ് ഈ മാച്ചിങ് ഫംഗ്ഷനായിട്ട് ഇവിടെ പറയുന്നത്. ഇനി ഈ തിയറിയിൽ ഒരു മാച്ചിങ് ഫംഗ്ഷൻ ഒരു കോമൺ ഫോം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ഇക്വേഷനാണത്. എ കോമൺ ഫോം ഓഫ് ദ മാച്ചിങ് ഫംഗ്ഷൻ ഈസ് M of UV is equal to mu U raised to alpha V raised to 1 minus alpha എന്നുള്ളതാണ്. ഇവിടെ ഈ മ്യൂ എന്ന് പറയുന്നത് മാച്ചിങ് എഫിഷ്യൻസി പാരാമീറ്ററാണ്. ഒരു പാരാമീറ്റർ കൊണ്ടാണ് ഇതിൻ്റെ ഒരു മാച്ചിങ് ഫംഗ്ഷൻ അത് ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് മാച്ചസ് വിത്ത് റെസ്പെക്ട് ടു അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ എത്ര മാച്ചസ് വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് കുറയുമ്പോൾ എത്ര മാച്ചസ് വരുന്നുണ്ട്, ആ ഒരു ഇലാസ്റ്റിസിറ്റി. ഇനി നമുക്കിതിലെ ബാർഗെയിനിങ് ആൻഡ് വേജ് ഡിറ്റർമിനേഷൻ നോക്കാം. അതായത് എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിൽ ബാർഗെയിൻ ചെയ്ത് ഒരു വേജ് ഡിറ്റർമൈൻ ചെയ്യണമല്ലോ. അതായത് വേജസ് ആർ ഡിറ്റർമൈൻഡ് ത്രൂ എ ബാർഗെയിനിങ് പ്രോസസ്സ്. ഒരു ബാർഗെയിനിങ് പ്രോസസ്സിലൂടെയാണ് ഇതിൽ വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ആര് തമ്മിലുള്ള ബിറ്റ്വീൻ ദ വർക്കർ ആൻഡ് ദ ഫേം. വർക്കറും ഫേമും തമ്മിലുള്ള ബാർഗെയിൻ ചെയ്ത് അതിലൂടെയാണ് വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദ നാഷ് ബാർഗെയിനിങ് സൊല്യൂഷൻ ഈസ് ഓഫൺ യൂസ്. നാഷ് ബാർഗെയിനിങ് സൊല്യൂഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ബാർഗെയിനിങ് പവർ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഫേംസ്. അതായത് ഈ നാഷ് ബാർഗെയിനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും, അതായത് ബാർഗെയിനിങ് പവർ ഓഫ് ദ വർക്കേഴ്സും ബാർഗെയിനിങ് പവർ ഓഫ് ദ ഫേംസും ഇതിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് ആ ഒരു ബാർഗെയിനിങ് സൊല്യൂഷനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. W is equal to 1 minus beta into Y plus beta B, സ്മാൾ ലെറ്റർ B. ഓക്കെ, ഇവിടെ ആ സ്മാൾ ലെറ്റർ B എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റാണ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റാണ് ഈ സ്മാൾ ലെറ്റർ B എന്ന് പറയുന്നത്. അതിൽ Y എന്ന് പറയുന്നത് Y ഈസ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫിൽഡ് ജോബ്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫിൽഡ് ജോബാണ് Y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് ഇതിൽ കാണിക്കുന്നത്. ബാർഗെയിനിങ് ആൻഡ് വേജ് ഡിറ്റർമിനേഷൻ, ഇതിലൂടെയാണ് വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ ജോബ് ക്രിയേഷൻ കണ്ടീഷൻ നോക്കാം. അതായത് ഇങ്ങനെയാണ് ജോബ് ക്രിയേഷൻ കണ്ടീഷൻ വരുന്നത്. ഫേംസ് ക്രിയേറ്റ് ജോബ്സ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഫോം ഫില്ലിംഗ്
എ വേക്കൻസി, അതായത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അവർക്ക് അതിൽ നിന്നൊരു ജോബ് അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വേക്കൻസി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്ര പ്രോഫിറ്റ് അവർക്ക് കിട്ടും, ഇതിനനുസരിച്ചാണ് ഫേംസ് ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ കണ്ടീഷൻ ഫോർ ജോബ് ക്രിയേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. അപ്പം ഈ ജോബ് ക്രിയേഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സി ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 - ബീറ്റ ഇൻറ്റു y - w എന്നാണ്. ഇവിടെ ഓരോ അക്ഷരങ്ങൾ, അതായത് സി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് എ വേക്കൻസിയാണ് ഒരു ഫേമിന്. അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമല്ലേ ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ബീറ്റ ഡിവൈഡ് ബൈ 1 - ബീറ്റ ഇൻറ്റു y - w. ഇവിടെ y എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫിൽഡ് ജോബാണ്, അവർ എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. w എന്ന് പറയുന്നത് വേജാണ്, കൊടുക്കുന്ന വേജ്. ബീറ്റ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫാക്ടറാണ്. ഓക്കെ, ഇത്രയും ഫാക്ടറുകൾ കണക്കിലെടുത്ത് ഈ ഇക്വേഷനിലൂടെയാണ് ഒരു ജോബ് ക്രിയേഷൻ കണ്ടീഷൻ ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഇൻ ഇക്വിലിബ്രിയം ദ മോഡൽ പ്രെഡിക്ട്സ് സ്റ്റഡി സ്റ്റേറ്റ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് വേക്കൻസീസ്. അതായത് ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും വേക്കൻസിയുടെയും ഒരു സ്റ്റഡി സ്റ്റേറ്റ് ലെവലാണ് ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്ര അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി, എത്ര വേക്കൻസി ഉണ്ടായി, ഈ ഒരു ലെവൽ. അപ്പം ഇക്വിലിബ്രിയം വരുന്നത് എങ്ങനെയാണ്? ദിസ് ഇക്വിലിബ്രിയം ഈസ് വെയർ ദ ഫ്ലോ ഓഫ് വർക്കേഴ്സ് ഇൻ ടു അൺഎംപ്ലോയ്മെൻറ്റ് വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾ എത്ര ഇങ്ങോട്ട് വരുന്നു, അത് വിച്ച് ഈസ് ഈക്വൽ ദ ഫ്ലോ ഓഫ് വർക്കേഴ്സ് ഔട്ട് ഓഫ് ദ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഈ അൺഎംപ്ലോയ്മെൻറ്റിന് എത്ര ആൾക്കാർ, അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതെ, അതായത് ഇതിന് പുറത്തേക്ക് എത്ര പേര് പോയി, ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റിന് പുറത്തേക്ക് എത്ര പോയി, ഈ ഒരു രണ്ട് കണ്ടീഷൻസ് ഈക്വൽ ആവുന്നതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആൻഡ് സിമിലർലി ഫോർ ജോബ് വേക്കൻസീസ്, ഇത് തന്നെയാണ് ജോബ് വേക്കൻസീസിനും അപ്ലൈ ആവുന്നത്. അതായത് ഈ ഒരു ഇൻ ആൻഡ് ഔട്ട് കണ്ടീഷൻ തന്നെയാണ് ജോബ് വേക്കൻസീസിനും എടുക്കുന്നത്. ഈ മോഡലിലെ ഒരു ഡയഗ്രമായിട്ട് ഇതാണ് കാണിക്കുന്നത്. അതായത് ഇതിൽ y ആക്സിൽ ജോബ് ഓപ്പണിംഗ് റേറ്റും എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ജോബ് ഓപ്പണിംഗ് റേറ്റ് കൂടുമ്പോഴത്തേക്ക്, ഒരുപാട് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ജോബ് ഓപ്പണിംഗ് റേറ്റ് കുറയുമ്പോഴത്തേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുന്നതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഓരോ ഡേറ്റിനനുസരിച്ച്, ഇപ്പോൾ June 1, June 7, അങ്ങനെ ഓരോ ഡേറ്റിനനുസരിച്ചുള്ള ആ ഒരു ജോബ് ഓപ്പണിംഗ് റേറ്റിൻ്റെയും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെയും ലെവലാണ് ഈ ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഇതൊക്കെ ഏതൊക്കെ പോളിസി എടുക്കുമ്പോഴത്തേക്ക് ഈ മോഡൽ ഉപയോഗിക്കാൻ പറ്റുന്നു ആണ് പറയുന്നത്. അപ്പം DMP മോഡൽ പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഫോർ പോളിസി മേക്കേഴ്സ്. പോളിസി മേക്കേഴ്സിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന മോഡൽ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എത്ര കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ വേതനം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതും മേടിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യാതിരിക്കും. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുകയാണ്. അപ്പോൾ എത്ര അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്നുള്ളത് ഈ മോഡലിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് മേ റൈസ് ദ റിസർവേഷൻ വേജ്. അത് കൂടുതൽ ഞാൻ പറഞ്ഞത് അൺഎംപ്ലോയ്മെൻറ്റ് ഒരുപാട് ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിസർവേഷൻ വേജ്, അവർ കയ്യിൽ പണമുണ്ട്, അവർ തൊഴിൽ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. മേക്കിംഗ് വർക്കേഴ്സ് ലെസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ലോ പേയിങ് ജോബ്സ്. അവർ പിന്നെ ലോ പേയിങ് ജോബ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ വിച്ച് ക്യാൻ ഇൻക്രീസ് അൺഎംപ്ലോയ്മെൻറ്റ്, അത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാൻ കാരണമാകും. അടുത്തെന്ന് പറയുന്നത് ജോബ് സെർച്ച് അസിസ്റ്റൻസ് ആണ്. അതായത് ജോബ് സെർച്ച് ചെയ്യുന്നതിനുള്ളൊരു സഹായമായിട്ട് ഇത് ഉപകരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പ്രോഗ്രാംസ് ദാറ്റ് റെഡ്യൂസ് സെർച്ച് ഫ്രിക്ഷൻസ്. അതായത് സെർച്ച് ഫ്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന ചില പ്രോഗ്രാമുകൾ ഇതിലൂടെ, ഈ പോളിസിയിലൂടെ നമുക്ക്, അതായത് ഈ മോഡലിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. ക്യാൻ ഷിഫ്റ്റ് ദ ബെവറേജ് കർവ് ഇൻവേർഡ്. അതായത് നേരത്തെ കാണിച്ച ബെവറേജ് കർവ്, അതായത് ഈ ഫ്രിക്ഷൻ പറയുമ്പോഴത്തേക്ക് ഇൻവേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻവേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ടും കുറയും, അൺഎംപ്ലോയ്മെൻറ്റും കുറയും, വേക്കൻസീസും കുറയും. അതായത് റെഡ്യൂസിങ് ബോത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് വേക്കൻസീസ്. ഓക്കെ, അടുത്തത് ഹയറിംഗ് ആൻഡ് ഫയറിംഗ് റെഗുലേഷൻസ്. ഇപ്പം ഫേംസ് എന്ത് ചെയ്യും? ഇപ്പം അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഡിമാൻഡ് കൂടുതലായി കഴിഞ്ഞാൽ ജോലിക്കാരെ കൂടുതൽ ജോലിക്കെടുക്കും. അതിന് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫയർ ചെയ്യും, ആൾക്കാരെ പിരിച്ചുവിടും. അതാണ് ഹയറിംഗ് ആൻഡ് ഫയറിംഗ് റെഗുലേഷൻ. അപ്പോൾ ഇതിന് റെഗുലേഷൻ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. ഈ പോളിസി മേക്കേഴ്സിന് ഈ മോഡലിലൂടെ ഒരു റെഗുലേഷൻ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പോളിസീസ് ദാറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഹയർ ആൻഡ് ഫയർ വർക്കേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ജോബ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഡൈനാമിക്സ്. ഈ ഒരു ജോബ് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഡൈനാമിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോളിസി മേക്കേഴ്സിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു മോഡൽ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അഫക്റ്റിംഗ് ഓവറോൾ എംപ്ലോയ്മെൻറ്റ് ലെവൽസ്. അപ്പം ഓവറോൾ എംപ്ലോയ്മെൻറ്റ് ലെവലിനെ ബാധിക്കുന്ന ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.